ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ വെച്ചിട്ടുള്ള ഒരു കേക്കാണ് ചെയ്യുന്നത്. അതും ഇത്രയും വലിയൊരു കേക്കിന് നമ്മൾ ഒരു മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, കാരണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അത്ര രുചിയുള്ളൊരു കേക്കാണ്. കൂടുതലും നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്ക് കൂടിയാണെന്നതാണ് ഇതിൻ്റെ മറ്റൊരു വിശേഷം. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളവർക്ക് ഇപ്പം തന്നെ സുമീസ് എന്നൊന്ന് സെർച്ച് ചെയ്ത് ഈ ചാനലിൽ ഒരു 2-3 വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ നാളെ മുതൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഞാൻ റോസ്റ്റ് ചെയ്ത് റവയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ റവ ഞാനൊരു മിക്സിയുടെ ജാറിൽ 2 കപ്പ് എടുത്ത് ഇട്ടിട്ട് നല്ലപോലെ 1 മിനിറ്റോളം പൊടിച്ചെടുത്ത റവ. അപ്പോൾ 1 മിനിറ്റ് കറക്റ്റ് നിങ്ങളൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ പൊടിച്ച 2 കപ്പ് റവ നമുക്കൊരു ബൗളിലിടാം. എന്നിട്ട് കുറച്ച് ബാക്കി വന്നു കേട്ടോ. ഞാൻ 2 കപ്പിട്ടാണ് പൊടിച്ചത്. എന്നിട്ട് അളന്ന് 2 കപ്പ് ഞാൻ വീണ്ടും എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലേക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം. അപ്പം മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പ് പാലും നമ്മൾ 1/2 കപ്പ് വെള്ളവുമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതുപോലെ ഒഴിച്ച് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് എടുത്താൽ മതിയാവും. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല തിക്കായിട്ടുള്ളൊരു പരുവമാണിത്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഒരു 2 മിനിറ്റ് നമുക്കൊരു സൈഡിലേക്ക് വെച്ച ശേഷം വീണ്ടും എടുക്കുക. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടുതൽ സമയം വെക്കരുത്, 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ഷുഗറാണ് ചേർക്കുന്നത്. പഞ്ചസാര ഡയറക്റ്റ് ആയിട്ടാണ് ഇതിലേക്ക് ഞാൻ ഇടുന്നത്. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാരയോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് ഓയിലാണ്. അപ്പം 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരും. അതോടൊപ്പം തന്നെ ഇതൊന്ന് ലൂസായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരും. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. വാനില എസൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഏലക്ക ചേർക്കാം. പിന്നെ ഞാൻ ഒരു മുട്ട മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളൂ. അപ്പോൾ ഒരു മുട്ട മാത്രം മതിയാവും. അപ്പോൾ ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട്, മുട്ടയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പിടിച്ച് കിട്ടണം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓവർ മിക്സിങ് പാടില്ല. ജസ്റ്റ് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടേ പാടുള്ളൂ. എന്നാൽ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലായിടത്തും നന്നായിട്ട് പിടിച്ച് കിട്ടുകയും വേണം. അപ്പം ഓവർ മിക്സിങ് ചെയ്താൽ കേക്ക് പൊട്ടിപ്പോവും, ചിലപ്പോൾ ഹാർഡായി പോവും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഓവർ മിക്സ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 11 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഇതേ നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാം കേട്ടോ. ഓവനിലാണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മുതൽ 45 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്യാം. ഓവൻ ഇല്ലാതാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം എനിക്ക് ഇത്രയും വലിയൊരു പാത്രം വെക്കുന്ന എന്താ പറയുക, നമ്മുടെ സാധാരണ ഇഡ്ഡലി കുട്ടത്തിൽ ഇത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അലൂമിനിയം ഫോയിൽ വെച്ച് അതൊന്ന് കവർ ചെയ്തു. എന്നിട്ട് ഈ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ചൂടായ പാനിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഇറക്കി വെക്കാം. ആവി ഇതിനുള്ളിലേക്ക് കയറാത്ത വിധത്തിൽ വേണം. അതായത് എന്താ പറയുക, നന്നായിട്ട് ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് വേണം ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ ഒരു അടപ്പ് വെച്ച് അടച്ച് വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ആദ്യം 1 മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. കാരണം ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 40 മുതൽ 50 മിനിറ്റ് വരെയൊക്കെ നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം നല്ല ഇതുപോലെ ഇരുന്നു, പക്ഷേ തൊട്ട് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം കൂടെ ഒരു 10 മിനിറ്റ് കൂടി വീണ്ടും വെച്ചു. എന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും തുറന്നത്. അപ്പോൾ ഇതിപ്പോൾ നല്ലതായിട്ട് ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഡെക്കറേഷൻ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ എപ്പോഴും ഇതുപോലെ ചെറിയൊരു കലത്തിലോ ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ ബൗൾ ഇറക്കി വെക്കുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന ബൗളിൽ ഒട്ടും തന്നെ നനവ് പാടില്ല. ചെറിയ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ പോലും ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ട് വരത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ കലത്തിന് പകരം വലിയ പാത്രത്തിലാണ് ഈ ബൗൾ ഇറക്കി വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ആ വെള്ളം തെറിച്ച് ഇതിലേക്ക് വീണാൽ പോലും നമ്മുടെ ചോക്ലേറ്റ് കട്ടിയായി പോവും, മെൽറ്റായിട്ട് വരത്തില്ല. പിന്നെ നിങ്ങൾ ഇത് ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണ്, ആ സ്പൂണിലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം കാണരുത്. നന്നായിട്ട് തുടച്ചിട്ട് മാത്രം ഇത് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ആവില്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചോക്ലേറ്റ് നന്നായിട്ട് തന്നെ നമുക്ക് മെൽറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് മെൽറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നന്നായിട്ട് തന്നെ അത് മെൽറ്റായിട്ട് വരും. അപ്പോൾ നല്ലപോലെ നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് ചൂടായിട്ട് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാൽ കൂടി ഒന്ന് ചൂടായിട്ട് വരട്ടെ. ചോക്ലേറ്റ് ഇപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ പാൽ കൂടി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് രണ്ടും കൂടി മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങ് മെല്ലെ മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പാലേ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ഒഴിക്കേണ്ട 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്ത ശേഷം കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ കിട്ടിയ ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കാം. ഇറക്കിയ ശേഷം നിങ്ങളൊന്ന് ഫാനിൻ്റെ താഴെ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്ലേസിങ് അങ്ങ് പോവും. അപ്പോൾ ഫാനിൻ്റെ താഴെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാറ്റി എടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കേക്കൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് പുറത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പർ മാറ്റി കൊടുത്ത ശേഷം ഞാൻ ഈ ഒരു കേക്ക് നമ്മളിപ്പോൾ ബേക്ക് ചെയ്ത അതേ ടിന്നിനുള്ളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ആ ചോക്ലേറ്റ് കൂടി ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഇതുപോലെ ഒഴിച്ച ശേഷം നമുക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കണ്ടോ, ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നല്ല ഒരു ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങ് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 100 ഗ്രാം ചോക്ലേറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ സാധാരണ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, മിൽക്ക് ചോക്ലേറ്റ് അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. മിൽക്ക് ചോക്ലേറ്റ് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുത്തിരിക്കുന്ന മിൽക്ക് ചോക്ലേറ്റ് ആണിത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ഇതുപോലെ നമുക്ക് നന്നായിട്ട് വീണ് കിട്ടും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ കണ്ടോ മിൽക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചോളൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈഫ് ഒന്ന് കഴുകണം. എന്നിട്ട് ആ വെള്ളം ചെറുതായിട്ട് അതിൽ കാണുമല്ലോ, അത് വെച്ചിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്യാൻ. എന്നാലേ നല്ല സ്മൂത്തായിട്ട് വരുള്ളൂ. കണ്ടോ, ഇത് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് 2-3 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ശരിക്കും നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. മാത്രമല്ല ഇത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരുപാട് ഇഷ്ടമാവും നമുക്ക് ഈ ഒരു കേക്ക്. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഭയങ്കര ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു കേക്കിൽ ചേർത്തതെന്ന് പറഞ്ഞാൽ റവ തന്നെയാണ്. പിന്നെ മൈദ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1/2 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടും ഈ കേക്ക് ചെയ്യാം, അമൃതം പൊടി ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ ഈ ഒരു കേക്ക്. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഓവർ മിക്സിംഗ് ഒന്നും പാടില്ല, ഓവർ മിക്സിങ് ചെയ്യാതെ ചെയ്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് ചിപ്സ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് കേക്ക് എടുക്കണം. അപ്പോൾ ആദ്യത്തെ കേക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുഴപ്പമില്ല. നമുക്ക് ഇതുപോലെ 2 സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ പൊക്കിയെടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എന്നെ കമൻറ്റ്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മുടെ കേക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.